ഈ വീഡിയോ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുകയെ ഈ KFC-യിലെ കഷ്ണത്തിന്റെ എണ്ണം കുറഞ്ഞു പോയിട്ടാണ് ജയശ്രീരാം വിളിക്കുന്നത് KFC-യിൽ പോയിട്ട്. പക്ഷെ അതൊന്നുമല്ല കേട്ടോ അതിന്റെ സത്യം. അതായത് ഈ ശ്രാവണ മാസത്തിൽ മാംസം വിൽക്കരുതെന്നും പറഞ്ഞിട്ട് UP-യിൽ ഗാസിയാബാദിലാന്ന് തോന്നുന്നുണ്ട് അവിടെയുള്ള KFC ഔട്ട്ലെറ്റിൽ പോയിട്ട് നമ്മുടെ സംഘപരിവാണങ്ങൾ അവിടെ പോയിട്ട് രാമന്റെ പേര് വിളിച്ചിട്ട് കട അടപ്പിച്ചു. ബാക്കി ആ ന്യൂസ് മൊത്തം കണ്ട്. എന്തായാലേ ഈ സംഘി കുഞ്ഞുങ്ങളുടെ ഒരു കാര്യം ഈ തവളമട്ടലിനെ പോലെയാണ്. വെറുതെ വാലാട്ടിക്ക് നടക്കാന്നല്ലാണ്ട് 5 പൈസന്റെ ഉപകാര തെറ്റുകളൊന്നുമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നിങ്ങൾ ആ വീഡിയോയിൽ ശ്രദ്ധിച്ച ഈ വയസ്സായ മൂത്ത സംഖ്യകളൊന്നും അല്ലത്, ഈ യങ്സ്റ്റേഴ്സാണ്. വലിയ പ്രായമൊന്നുമില്ല, 10, 15, 20, 25 വയസ്സുള്ള സംഖ്യ കുഞ്ഞുങ്ങളാണ് ഈ പറഞ്ഞ പരിപാടികളൊക്കെ ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മുടെ നാട്ടിൽ ഇരുന്നിട്ട് സുരേന്ദ്രനൊക്കെ പറയുന്നത് അങ്ങ് UP-യിലോട്ട് നോക്കൂ, യോഗിജിയുടെ UP-യിലോട്ട് നോക്കൂ. UP-യൊക്കെ ഊതിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയപ്പുള്ളത്. ഈ UP-യുടെ നോക്കിയിട്ടാണ് കേരളം UP-നെ പോലെ ആവണം, അതല്ലെങ്കിൽ യോഗിജി കേരളം ഭരിക്കണം എന്നൊക്കെ പറയുന്നത്. കേരളത്തിലൊക്കെ യോഗി വന്നാലുണ്ടല്ലോ മുണ്ടും തലയിലിട്ട് ഓടേണ്ടി വരും. ഇമ്മാതിരി വാണങ്ങൾ ഭരിക്കുന്ന സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഇമ്മാതിരി ഊളകൾ ഭരിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാത്തിൻ്റെ അപ്പുറത്തുണ്ട്. പിന്നെ ഇവരിങ്ങനെ തലയിലോട്ട് കുത്തിക്കയറ്റി കൊടുക്കുന്ന ഈ മതവും അതുപോലെ തന്നെ ഇങ്ങനത്തെ വർഗീയതയും തീവ്രവാദവും ഒക്കെ ഉണ്ടല്ലോ, അതിങ്ങനെയൊക്കെ വന്നിട്ടാണ് ഇവന്മാർ ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ വളി വിട്ടുകൊണ്ടിരിക്കും. എനിക്ക് നല്ല ഭാഷയിൽ പറയണമെന്നുണ്ട്, പക്ഷേ ഇത് യൂട്യൂബ് ആയതുകൊണ്ട് ഒരു ലിമിറ്റിൻ്റെ അപ്പുറത്തോട്ട് ഞാൻ പറയുന്നില്ല, മിണ്ടുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ചാൽ ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല കേട്ടോ. അപ്പോൾ UP-യിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ UP-യുടെ കാര്യപ്പെട്ട പല മാർക്കറ്റുകളിലും പല സ്ഥലങ്ങളിലും മോസ്റ്റ് ഓഫ് ദ പ്ലേസ് UP-യിൽ നിങ്ങൾക്ക് കാണാം അവിടെ ഈ കടകളുടെ മേലൊക്കെ ഉണ്ടല്ലോ, ആ കടയുടെ ഓണറുടെ പേര് നിർബന്ധമാണ്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഓണറിൻ്റെ നെയിം എഴുതി വെച്ചിട്ട് ഇപ്പുറത്ത് ഒരു എന്താ പറയുക കാവിക്കൊടി നോക്കണം. അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് UP-യിലെ ആൾക്കാർ കടകളിൽ കയറുന്നതും ഭക്ഷണം കഴിക്കുന്നതും ഒക്കെ. അതായത് കടകളുടെ പേരിൽ മുസ്ലിം പേര് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഹിന്ദുക്കൾ കയറേണ്ടതെന്ന് അവിടെ, കയറരുതെന്ന് അവിടെ. അതുപോലെ തന്നെ തിരിച്ചു. ഇങ്ങനെയൊക്കെയാണ് ഇത്ര വൾഗറായിട്ടാണ് അവിടുത്തെ കാര്യങ്ങൾ പോകുന്നത്. ഇനിയിപ്പോൾ ഒരു ഹിന്ദുവിൻ്റെ കടയിൽ മുസ്ലിം കയറിയ സാധനം കൊടുക്കില്ല അവിടെ, പക്ഷെ തിരിച്ചങ്ങനെയല്ല കേട്ടോ. അതാണ് അവിടെ ഞാൻ ഒരു പലവട്ടം പോയൊരു സ്ഥലം, അതുകൊണ്ടാണ് പറയുന്നത്. അവിടെ തിരിച്ചങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ മുസ്ലിമിൻ്റെ കടയിൽ കയറരുത്, അവിടെ പേരെഴുതി വെക്കണം. അവിടുത്തെ നേതാക്കന്മാർ ഈ പറഞ്ഞ യോഗിയും അതുപോലെ തന്നെ യോഗിയുടെ താഴത്തുള്ള പല നേതാക്കന്മാരും ഈ സ്ട്രീറ്റിലോട്ടും മറ്റ് മാർക്കറ്റിലോട്ടും ഇറങ്ങിയിട്ട് പറയുന്നത് എന്താണെന്നറിയോ, നിങ്ങളിവിടെ എഴുതി വെക്കുക, അതല്ലെങ്കിൽ നിങ്ങളിവിടെ ഒരു കാവിക്കോണൊക്കെ കൊടി കുത്തി വെക്ക്. അങ്ങനെ ഉണ്ടാകുമ്പം അങ്ങനെ ഹിന്ദുക്കളോട് ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ നിങ്ങളുടെ അടുത്ത് വന്ന് മാത്രം സാധനം വാങ്ങിച്ച് നിങ്ങളുടെ കച്ചവടം മെച്ചപ്പെടട്ടെ, മറ്റവരെന്തെങ്കിലും ആവട്ടെ. അതൊരു സെഷൻ അവിടെ. അങ്ങനെ ആൾക്കാരെ വേർതിരിക്കുന്ന അങ്ങനെ ഒരു സെഷനാണ് അവിടെ. ഇപ്പം ഒരു ഇതുണ്ടായിരുന്നല്ലോ, എൻ്റെ പേരെന്തായിരുന്നു, നമ്മുടെ ഈ കുംഭമേളൻ്റെ മുമ്പായിട്ടൊരു യാത്ര ഒക്കെ ഉണ്ടാവാറില്ലേ, കുംഭമേളൻ്റെ മുമ്പ് അതിന് ശേഷം ഇപ്പം അടുത്തൊക്കെ ഉണ്ടല്ലോ എന്തോ ഒരു യാത്രകളുണ്ടല്ലോ. അതായത് കുറേ സന്യാസിമാർ ഇവിടുത്തൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഊട്ടി നടന്ന് കുറേ പേര് പിന്നാലെ ഓടുന്ന പരിപാടി. അങ്ങനെ പോകുന്ന ആ യാത്രയുടെ സൈഡിലൊക്കെ മുസ്ലിം കടകളുണ്ടെങ്കിൽ തുറക്കാൻ പാടില്ല, അടച്ചിടണം. ഈ തുറന്നിട്ടുണ്ടെങ്കിൽ അവരങ്ങ് അടിച്ച് പൊളിച്ച് കളയുക കട. അത്ര എന്താ പറയുക, ഈ രണ്ട് മതങ്ങൾ തമ്മിലുള്ള ഒരു വർഗീയത ഉണ്ടല്ലോ, ഒരു കലാപം സൃഷ്ടിക്കാനുള്ള ഒരു പഴുത് നോക്കി നടക്കുന്ന ആൾക്കാരാണ്. പിന്നെ അവിടെ കലാപത്തിലോട്ട് എത്താത്തത് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഒരു മുസ്ലിം ഇസ്ലാം മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അവരെ അങ്ങ് അടിച്ചമർത്തും. ഇപ്പം നമ്മൾ സ്ഥിരം കാണുന്നുണ്ട്, ബീഫിൻ്റെ പേരിലാണെങ്കിലും നമ്മളിപ്പോൾ ഇപ്പം KFC കയറി ജയശ്രീരാമും ഭാരതമാതയെ വിളിക്കുന്നു. എന്താ അവസ്ഥ? അപ്പോൾ ഈ ഭാരതമാത ആരാന്നുള്ള ഡിസ്കഷൻ നമ്മുടെ കേരളത്തിൽ. ഭാരത് മാത എന്ന് ബൊമ്മാര് വിളിക്കുന്നത്, അതായത് സംഘികളെ വിളിക്കുന്ന ഭാരത് മാത, അത് അവരുടെ മാത്രം ഭാരത് മാതേ, അല്ലാതെ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഭാരതം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കൺട്രീനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒന്നുമല്ല ഈ ഭാരത് മാത. അത് വന്നത് തന്നെ എപ്പോഴാണ്, അത് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് 1925 ശേഷം RSS വന്നതിന് ശേഷമാണ്. അതിൻ്റെ കയ്യിൽ കാവി കൊടി കൊടുത്തത് RSS ആണെന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇവന്മാർ ഇങ്ങനത്തെ സ്ഥലത്ത് പോയിട്ട് ഇങ്ങനത്തെ മണ്ടത്തരങ്ങൾ കാണിക്കുന്ന സമയത്ത് ജയശ്രീരാമും കൂട്ടത്തിൽ ഭാരത് മാതയും കൂടെ കയറ്റുന്നത്. അപ്പോൾ കുറച്ചുകൂടി സ്പിരിറ്റ് കേട്ടാൻ വേണ്ടിയിട്ടാണ്.
ഈ പണ്ട് ഭാരത് മാത എന്നുള്ള പേര് വന്നത് തന്നെ സ്വാതന്ത്ര്യ സമരത്തിന് സ്പിരിറ്റ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത് തന്നെ. അത് തന്നെയാണ് ഇപ്പം വരെ ഈ ഭാരത് മാതാനെയും ഈ ശ്രീരാമനും കൂടെ ഒരുമിപ്പിച്ച് വെക്കുമ്പോൾ എന്താ പ്രശ്നം? അത് മതത്തിന്റെ കോൺസെപ്റ്റ് വെച്ചിട്ട് മതത്തിന്റെ സ്പിരിറ്റ് കൂട്ടുക ആൾക്കാരുടെ ഇടയിൽ. എന്നിട്ട് ഞാൻ ഇന്ത്യൻ, ഞാൻ ഭാരതീയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഫേക്ക് സ്യൂഡോ നാഷണലിസ്റ്റുകൾ അവരൊക്കെ. പാട്രിയോട്ടിസ്റ്റ് അല്ലവരാരും. ഇവരൊന്നും പാട്രിയോട്ടിക്കലി ഇവർ ഒരു ഇതുമില്ലാത്ത ആളുകളാണ്. ഇവർ നാഷണലിസ്റ്റ്, അതായത് തീവ്ര നാഷണലിസ്റ്റ് എന്ന് പറയും. അതായത് ഭരിക്കുന്ന ഭരണാധികാരം ചോദ്യം ചെയ്യില്ല ഇവർ ചോദ്യം ചെയ്യുന്നത് തിരിച്ച് ഈ ഭരണാധികാരി ചെയ്ത തെറ്റുകൾ ചോദ്യം ചെയ്യുന്ന പാട്രിയോട്ടിസ്റ്റ് ഉണ്ട്. അവർ ചോദിക്കുന്നത് അവരെ ചോദ്യം ചെയ്യാനും ബാക്കി നാട്ടിൽ എന്ത് നടന്നു കഴിഞ്ഞാലും അത് ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലാവുമ്പോൾ ഈ നാഷണലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തീവ്ര വലതുവശത്തിലോട്ടാണ് വരും. എന്താ നാട്ടിൽ നടക്കുന്ന ഇവർ കാണിക്കുന്ന എല്ലാ കൊള്ളരുതായ്മയും പിടിക്കാനും അതിനെ സപ്പോർട്ട് ചെയ്യാനും എന്നിട്ട് മറ്റ് ചോദ്യം ചോദിക്കുന്ന ആൾക്കാരെ തകർക്കുക. ഇതാണ് ഈ രണ്ട് വേർഡിൻ്റെയും തന്നെ ഉത്തരമായിട്ട് നമ്മുടെ നാട്ടിൽ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് യു പിയിലെ മാത്രമല്ല, ഇപ്പം യു പി മാത്രമല്ല, ഇപ്പോൾ ഉത്തരാഖണ്ഡ് നമ്മൾ ഇപ്പോൾ BJP ഭരിക്കുന്ന എവിടെ നിങ്ങൾ എടുത്തോ, ബീഹാർ എടുത്തോ, അവിടെ എടുത്തോ, ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. നമുക്കറിയാലോ ബീഫിൻ്റെ പേരിൽ ആളെ കൊല്ലുന്നതും ഒക്കെ. ഇപ്പം അതൊരു കോമൺ ട്രെൻഡാണ്. ഇപ്പം നമ്മൾ ന്യൂ നോർമൽ അല്ലേ, നമ്മൾ പറഞ്ഞ ന്യൂ നോർമൽ എന്ന് പറഞ്ഞ അവസ്ഥയിലോട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ബീഫ് കൊണ്ടുപോയി കൊന്നു, അല്ല ബീഫ് കൊണ്ടുപോയി അടിച്ചു, അവനെ കൊന്നു, ഒരു മധ്യവയസ്കനെ അടിച്ചു കൊന്നു, ഇന്ന വയസ്കനെ അടിച്ചു കൊന്നു. നമ്മൾ സ്ഥിരം കാണുന്ന ന്യൂസ്. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ബീഫ് വീട്ടിൽ വെച്ചു, യോഗിജിയുടെ ബുൾഡോസർ പോയിട്ട് വീട് പൊളിച്ചു. ആരെങ്കിലൊക്കെ ന്യൂ നോർമലാണ്. അതൊക്കെ ജസ്റ്റ് വാർത്തയിൽ വന്നങ്ങ് പോവും. അവിടെ ആ ന്യൂനപക്ഷത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഒരു പ്രശ്നമില്ല. അവർ എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് ജീവിക്കുന്നുള്ളൂ. അവരൊന്നും ഇതിന് എതിരെ സംസാരിക്കാൻ പോകുന്നില്ല. അപ്പം നിങ്ങളൊന്ന് ആലോചിച്ചോ, കേരളത്തിലോട്ട് വന്നിട്ട് കേരളത്തിൽ ഒരു മുസ്ലിം പറയാം എൻ്റെ മതം അല്ലെങ്കിൽ റമളാൻ മാസമാണ്, ഒരു KFC തുറക്കാൻ പാടില്ല, മറ്റേ തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ ഇപ്പം ഞാനൊരു മുസ്ലിമാണ്, എനിക്ക് നോമ്പിന് എൻ്റെ കട തുറക്കണ്ട എന്ന് ഞാൻ കട പൂട്ടിട്ടാൽ പോലും ഈ പറഞ്ഞ സംഘമിത്രങ്ങളും സംഘപരിവാണങ്ങളും അത് വാർത്തകളാക്കി ന്യൂസാക്കി വലിയ തെറ്റായിട്ട് കാണിക്കുന്ന സ്ഥലമാണ്. മലപ്പുറത്ത് എന്താ പറയുക, നോമ്പിന് ചെന്ന് കഴിഞ്ഞാൽ ഒരു കട പോലും ഉണ്ടാകും, എല്ലാം പൂട്ടിക്കിടക്കും. അതിന് തെറ്റ് കണ്ടി പിടിക്കുന്നവന്മാരാണ് ശ്രാവൺ മാസം വന്നു കഴിഞ്ഞാൽ KFC വിൽക്കരുതെന്ന് പറഞ്ഞ് കട പൂട്ടിക്കുന്ന ടീം. ഒന്ന് ആലോചിച്ചു രണ്ടിൻ്റെ ഒരു വിരോധാഭാസം. ഇവന്മാർ കാണിക്കുന്ന പ്രവൃത്തിയും ഇവന്മാർ മുന്നോട്ട് വെക്കുന്ന ആദർശം തമ്മിൽ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോകുന്നത്. ഇവിടെ ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് നോമ്പിന് കട പൂട്ടിയിട്ട് കഴിഞ്ഞാൽ അതിനെ ചോദ്യം ചെയ്യുന്ന ആളുകൾ അതില്ല കേട്ടോ. പല സ്ഥലത്തും മലപ്പുറത്ത് നിന്ന് കഴിഞ്ഞാൽ ചില മുസ്ലിം ഹോട്ടലുകാരും ബാക്കിയുള്ളവരും കട തുറക്കില്ല. ബാക്കിയൊക്കെ അവിടെയൊക്കെ ഇഷ്ടം പോലെ കട തുറക്കും. എവിടെയും വെള്ളം കിട്ടായും അല്ലെങ്കിൽ ഫുഡ് കിട്ടാണ്ടിയും തെണ്ടിത്തരുന്ന അവസ്ഥ നമ്മുടെ നാട്ടിൽ ഇപ്പം ഇല്ല. അപ്പം അത് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് നമ്മൾ ചെയ്യുന്നൊരു കാര്യം. ഇവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിന് അവർ പറയാണ് ഇങ്ങനെയാണ്, അതുകൊണ്ട് നിങ്ങൾ കട തുറക്കണ്ട, ഞങ്ങൾ പൂട്ടിക്കും എന്നുള്ള അവസ്ഥയിലോട്ട് പോകും. അതായത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്. ഇവന്മാരെ നമ്മൾ അടുപ്പിച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ ഇതങ്ങ് വിട്ട് ആന്ധ്ര വിട്ട് നമ്മൾ എന്താ പറയുക താഴോട്ടിങ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ തെലുങ്കാന, നമ്മൾ തമിഴ്നാടു, കർണാടക, കേരള ഈ സ്ഥലത്തോട്ട് ഇവന്മാരെ അടുപ്പിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം കിട്ടും. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ നോർത്ത് ഇന്ത്യയിൽ കാണുന്ന പോലെ UPയിലും അസാമിലും ബീഹാറിലും ഇപ്പോൾ രാജസ്ഥാനിലും ഒക്കെ കാണുന്ന പോലെ ഇവന്മാർ എല്ലായിടത്തും മെടങ്കോലിട്ട് അടി പിടി മാതിരി നാശകോശങ്ങളാക്കി മാറ്റിത്തരുന്ന അവസ്ഥ. പിന്നെ അവന്മാർ പറഞ്ഞ പോലെ നമ്മൾ കട തുറക്കേണ്ടി വരും, അല്ല അവന്മാർ പറഞ്ഞ ഫുഡ് നമ്മൾ കഴിക്കേണ്ടി വരും. അതെ, നമ്മുടെ മതേതര ജനാധിപത്യ രാജ്യം എന്നുള്ളതൊക്കെ പേരിൽ വെറും ഭരണഘടനയിൽ എഴുതി വെച്ച് പേര് മാത്രമായിട്ട് ചുരുങ്ങും. അതും കുറച്ച് കഴിയുമ്പോഴത്തെ ഇവന്മാർ മാറ്റും. ബീഫ് കഴിക്കണോ അല്ലെങ്കിൽ മറ്റേത് കഴിക്കാൻ പാടില്ല, ഇന്ന മാസത്തിൽ ഇന്ന കഴിക്കണം, ഇന്ന സമയത്ത് ഇന്നത് കഴിക്കണം എന്നുള്ളത് സ്വന്തം നമ്മുടെ പേഴ്സണൽ ചോയ്സ് ആയിട്ട് അല്ലാണ്ട് അങ്ങ് മാറും. അത് പിന്നെ പാർട്ടിയുടെ ചോയ്സ് അല്ലെങ്കിൽ മതങ്ങളുടെ ചോയ്സ് അല്ലെങ്കിൽ മതം ഭരിക്കുന്ന ഒരവസ്ഥയിലോട്ട് നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ നാട്. അപ്പോൾ പിന്നെ നമ്മളിപ്പോൾ അറബി രാജ്യങ്ങളെ കുറ്റം പറയുന്നു, അവിടെ രാജഭരണമാണ്, അവിടെ ഇസ്ലാം ഭരണമാണ്, ഇസ്ലാം ഏകാധിപതി ഭരണമാണെന്നൊക്കെ പറയുമ്പോഴും നമ്മൾ എന്താ അതിൽ നിന്നൊക്കെ മാറി നിന്ന് നമ്മളെന്തിനാ അഹങ്കരിക്കുന്നത്? നമ്മൾ ജനാധിപത്യ രാജ്യമാണ്, ഏറ്റവും നല്ല ഒരു കോർഡിനേഷനുള്ള, നാനാത്വത്തിൽ ഏകത്വമുള്ള അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് പാട്രിയോട്ടിക് ആയിട്ടുള്ള നല്ലൊരു രാജ്യമാണെന്ന് പറഞ്ഞ് നമ്മൾ ബാക്കിയുള്ളവർ നമ്മളൊന്ന് മാറി നിൽക്കുന്ന സമയത്തുണ്ടല്ലോ. പക്ഷെ നമ്മളെ അതുപോലെ തന്നെ ഒരു വർഗീയപരമായിട്ട് ചിത്രീകരിച്ച് നമ്മൾ ആ രീതിയിലോട്ട് മാറ്റാൻ മാക്സിമം ട്രൈ ചെയ്യുന്ന ഒരു പാർട്ടിയാണ് നമ്മുടെ രാജ്യം ഭരിക്കുന്നത്. ആ ഒരു ഇതിൽ അതിൻ്റെ PR വർക്കിൽ അവർ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് അവർ ചെയ്യുന്നത് കൊണ്ടാണ് രാജ്യം ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. ഒരു സമയം കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പല കാര്യങ്ങളും എന്താ ഇപ്പോൾ PR ഇട്ട് നമ്മൾ പുറത്തോട്ട് കാണിക്കാത്ത, നമ്മൾ വെറുതെ പുറത്ത് നമ്മളെ
മോദിജിയുടെ താടി വളർന്നും മുടി വളർന്നും മാത്രം കാണിച്ച് അതിൽ സന്തോഷം കണ്ടെത്തുന്ന സംഘികളും ഒരു കാലത്ത് മനസ്സിലാവും ഈ താടി കൊഴിഞ്ഞ് മുടി കൊഴിഞ്ഞ് പോകുമ്പം അവസാനം മൊട്ടയായിട്ട് ഒന്നിനും പറ്റാത്ത ഒരു മൊട്ടക്കുന്നായിട്ട് നമ്മുടെ രാജ്യം മാറും എന്നുള്ളത് അടുത്ത കാലത്ത് നമുക്ക് അറിയാൻ പറ്റും. അത് പല രീതിയിലുള്ള ഇൻഡസ്ട്രികൾ എടുക്കണം. എല്ലാം കൂടെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ രാജ്യത്തിൻ്റെ നമ്മൾ ഈ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എടുത്ത് നോക്കണം. നമ്മുടെ രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ്റെ നമ്മൾ ആളുകളുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്നൊരു സംഭവമുണ്ട്. ആ സംഭവങ്ങളൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ സ്ഥാനം 194 കൺട്രീസാണ് ആ ലിസ്റ്റിൽ വരുന്നത്. ആ ലിസ്റ്റിൽ ഇന്ത്യയുടെ സ്ഥാനം വരുന്നത് ഓൾമോസ്റ്റ് 133 ആയിട്ടാണ്. ഞാൻ അതിൻ്റെ കറക്റ്റ് ഇന്നലെ ചെക്ക് ചെയ്തു. ഇന്നലെ ഒരാൾ വേറൊരു കാര്യത്തിന് അതെടുത്ത് ഭയങ്കര സംസാരിച്ചപ്പം ഞാനത് നോക്കിയിരുന്നു. ഇന്ത്യയുടെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എത്രത്തോളമാണ് എന്നുള്ളത്. അത് ഇൻഡിവിജ്വൽ നമ്മളെ പേഴ്സണലി നമ്മൾ എത്രത്തോളം ഡെവലപ്പായി എന്നാണ് അത് നമ്മളെ കാണിക്കുന്നത്. അത് 2024 ആ ഒരു ഇതെടുത്ത് നോക്കുമ്പം ഇന്ത്യ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് പേഴ്സണൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ 2024 ഇന്ത്യയുടെ സ്ഥാനം വരുന്നത് 130th പൊസിഷനാണ് ഔട്ട് ഓഫ് 193 കൺട്രീസ്. ആദ്യത്തെ 10ലോ 20ലോ 30ലോ 50ലോ 100ലോ പോലും ഇന്ത്യ അതിലില്ല. കാരണം നമ്മളിപ്പോൾ കണ്ട പോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് പല കാര്യങ്ങളും നമ്മളെ പേഴ്സണാലിറ്റി മാത്രമല്ല, നമ്മളെ എല്ലാ രീതിയിലുള്ള ജീവിത നിലവാരവും, ഒരു പേഴ്സൻ്റെ ജീവിത നിലവാരവും, അയാളുടെ ജോലി, അയാളുടെ ഫാമിലി, അയാളുടെ ബാക്കി കാര്യങ്ങൾ, അയാളുടെ സറൗണ്ടിങ്സ്, അയാളുടെ വരുമാനം, ഇതെല്ലാം എടുത്തിട്ടാണ് ഈ പേഴ്സണൽ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെ സാധനം എടുത്ത് നോക്കുമ്പോൾ ഇന്ത്യയുടെ കാര്യം വളരെ അബദ്ധമാണ്. അങ്ങനെ ഇപ്പം നമ്മളെന്താ പറയുക, നമ്മളിപ്പം പുറത്തോട്ട് കാണിക്കുന്ന കാര്യം എന്താ, നമ്മളിപ്പം നമ്മുടെ രാജ്യം നമ്മുടെ കേന്ദ്ര സർക്കാർ പുറത്തോട്ട് വെക്കുന്ന നമ്മൾ 4th എക്കണോമിയിൽ നമ്മൾ 4th പൊസിഷനിലെത്തി. ഈ എക്കണോമിയിൽ 4th പൊസിഷനിൽ നമ്മൾ എത്തിയെന്ന് പറയുമ്പോണ്ടല്ലോ, നമ്മളുടെ ഏകദേശം 4.26 ട്രില്യൺ നമ്മുടെ GDP കാണിക്കുന്നത്. നമ്മളിപ്പം ക്രോസ് ചെയ്തത് ജപ്പാൻ എന്ന് പറഞ്ഞു. പക്ഷെ അതിലിപ്പോൾ എന്തോ ഒരു കോൺട്രവേഴ്സി ഉണ്ട്, അത് പ്രോപ്പർ അല്ല എന്നും പറഞ്ഞിട്ട്. നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ എടുത്ത് വെക്കുമ്പോൾ ഒന്ന് ചിന്തിക്കേണ്ട കാര്യമുണ്ട്. നമ്മുടെ ഫസ്റ്റിലുള്ള, അതായത് ഫ്രണ്ടിലുള്ള ഏറ്റവും ഫസ്റ്റ് GDP ഉള്ളത് അമേരിക്കയാണ്. അവർക്ക് 30 മില്യൺ ആണ്. 30 മില്യൺ, അവർക്ക് 30 ട്രില്യൺ ആണ് അവരുടെ ഇത് ഓൾമോസ്റ്റ് കാണിക്കുന്ന GDP. അതിൻ്റെ താഴത്ത് പിന്നെ വരുന്നത് ചൈനയാണ്. ചൈനക്ക് വരുന്നത് ഓൾമോസ്റ്റ് 14-15 ഇതാണ്. പിന്നെ ജർമ്മനി വരുന്നുണ്ട്. ജർമ്മനിക്കും ഓൾമോസ്റ്റ് നല്ലൊരിതുണ്ട്. പിന്നെ ഇന്ത്യ വരുന്നത് ഇതെന്ന് പറയുമ്പം ഈ പറഞ്ഞ US-ലും ഈ പറഞ്ഞ ജർമ്മനിയിലും ഈ പറഞ്ഞ ചൈനയിലും ഈ പറഞ്ഞ ജപ്പാനിലും ഒക്കെ ഉള്ള അവിടുത്തെ ജനങ്ങളുടെ ഇത് നോക്കണം, എത്ര പോപ്പുലേഷൻ ഉണ്ട്. ഈ പോപ്പുലേഷനും കൂടെ നോക്കുമ്പം ഇന്ത്യയിലെ 144 കോടി ജനങ്ങളും അവിടെ വെറും 5, 8, 10 കോടിയുള്ള ജനങ്ങളുള്ള സ്ഥലത്തും ഈ ട്രില്യൺ കമ്പയർ ചെയ്യുമ്പോൾ ഒരാളുടെ കയ്യിൽ വരുന്ന കാശ് അല്ലെങ്കിൽ ഒരാളുടെ പേഴ്സണൽ നമ്മൾ ഈ പെർ ക്യാപിറ്റ ഇൻകം പോലെ എടുത്ത് നോക്കുമ്പോൾ വളരെ തുച്ഛമായത്. അതായത് ഒരു ഏറ്റവും താഴ്ചയിൽ കിടക്കുന്ന ഒരു കൺട്രിയുടെ GDP-യിലെ ഒരു പെർ ക്യാപിറ്റ ഇൻകം എടുത്തിട്ട് നമ്മൾ ഒരാളുടെ ഇൻകം എടുക്കുമ്പോൾ ഇന്ത്യ അതിനും താഴത്തോട്ടാണ് പോകുന്നത്. ഇന്ത്യൻ്റെ അവസ്ഥ വളരെ മോശമാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഈ 4 ട്രില്യൺ GDP എന്ന് പറഞ്ഞതിലെ 40% ഇന്ത്യയിലെ വെറും 2% ആളുകളുടെ അടുത്താണ്. അതായത് ഇന്ത്യയുടെ മൊത്തം 100 രൂപ ഇന്ത്യയുടെ മൊത്തം വരുമാനം, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഇതെന്ന് വിചാരിക്കുന്നത് ടോട്ടൽ ഇത് സ്ട്രെങ്ത് 100 രൂപ. ഈ 100 രൂപ ഇന്ത്യക്ക് ഉണ്ടെങ്കിൽ അതിൽ 40 രൂപ പോകുന്നത് ഇന്ത്യയിലെ 100 ആളുകളെ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ 2 ആളുകളുടെ കയ്യിലോട്ട്, അതായത് ഇന്ത്യയിലെ മുതലാളിമാരുടെ കയ്യിലോട്ട്. ബാക്കി വരുന്ന 60 രൂപയാണ് ഈ പറഞ്ഞ നമ്മുടെ ഈ നാട്ടിലെ 144 കോടിയുടെ 2% എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും നിങ്ങൾ? ബാക്കി വരുന്ന ഓൾമോസ്റ്റ് 140 കോടിയോളം ആൾക്കാർക്ക് ഈ ബാക്കി വരുന്ന 60%. അതങ്ങ് വീതിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്തെ നമ്മുടെ ഓരോ ആളുകളുടെ കയ്യിലോട്ട് പോകുന്ന ഒരു എമൗണ്ട് ഉണ്ടല്ലോ, അത് പോകുന്നല്ല പറഞ്ഞത്, പോയിട്ടുണ്ടെങ്കിൽ അതാണല്ലോ നമ്മുടെ GDP ഇവർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്കൊന്നും ഉണ്ടാവില്ല, നമ്മൾ വളരെ ബോറായിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ വെറുതെ ഈ നമ്മുടെ ഇപ്പോഴത്തെ ഭരണത്തിന് അല്ലെങ്കിൽ ഈ ഒരു സ്യൂഡോ ഇവരിങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു ഇതുണ്ട്, ഒരു ബൂമുണ്ട്. അതിന് പുറത്ത് വന്ന് തലയിട്ട് പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാലേ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥ മനസ്സിലാവും. അത് മനസ്സിലാവാത്തതിനുള്ള കാരണം നമ്മൾ തുടക്കത്തിൽ വെച്ച ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, നിങ്ങൾ അത്ര ചിന്തിക്കാനുള്ള കഴിവേ നമ്മളെ രാജ്യം ഭരിക്കുന്ന അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടിക്കും അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് ചെറിയ പാർട്ടികൾക്കും ഉള്ളൂ എന്നുള്ളത് മനസ്സിലാവണം. അതാണ് ഇവർ ഈ നമ്മുടെ വളർന്നു വരുന്ന ജനങ്ങൾ അല്ലെങ്കിൽ യുവാക്കളുടെ മനസ്സിലോട്ട് പോലും കുത്തിക്കയറ്റി വെക്കുന്നത്. പിന്നെ അവന്മാർ KFC അടപ്പിക്കും,
ഇവന്മാർ ബീഫ് കൊണ്ടുപോയാലും തല്ലും, ഇവന്മാർ ജയശ്രീരാം വിളിച്ചിട്ടില്ലെങ്കിലും തല്ലും, ഒക്കെ ഇവന്മാരും ചെയ്യും. അത്ര ഇത് തലച്ചോറിന് ഡെവലപ്മെൻറ്റ് ഇവർക്ക് ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടുന്നുള്ളൂ. ഇതാണ് സത്യം.